അല്ല, ഇതിനകത്ത് നിനക്ക് അതായിരുന്നല്ലോ ഉദ്ദേശം. ലക്ഷ്യം വേറെ ആയിരുന്നല്ലോ. നീ എന്താ അർത്ഥമാക്കിയത്? ഞാൻ എന്താർത്ഥത്തിലാ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അനാവശ്യം പറയരുത്. നീ കാണിച്ചതൊക്കെ തന്നെയല്ലേ ഞാൻ വിളിച്ചു പറയുന്നത്. ഞാൻ എന്ത് കാണിച്ചെന്ന് നീ പിന്നെയും പറയുന്നത്? ഞാൻ നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് കാർത്തിക്കിന്റെ ഭാര്യയായിട്ട് ജീവിതം തുടരാനല്ലെന്ന് ഇപ്പം മനസ്സിലായോ? ഞാൻ ഇതിന് മറുപടി പറയാത്തതേ ഇത് ചെമ്പകമംഗലത്തെ മുറ്റമായിപ്പോയി. മാത്രമല്ല രാത്രി നീ ഞാനും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചാ അകത്തുനിന്ന് കാർത്തി ഇറങ്ങി വരും. എനിക്കെന്താ, അവനെന്താ എന്നെ അടുത്ത് വിഴുങ്ങിക്കളയോ? വിഴുങ്ങാൻ അവൻ മുതലേന്നുമല്ല, ACP യാ. അവന്റെ ഉരുക്ക് പോലത്തെ കൈ നിന്റെ മുതുകത്ത് വീണാലേ നീ ഒരാഴ്ച കിടന്ന് ചുമക്കും. ചിലപ്പോ ചോരയും തുപ്പും. മതിയടി കളിയാക്കിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഗെയിമില് ഞാനും നീ മാത്രമല്ല, ആ ഇന്ദ്രജിയുണ്ട്. മര്യാദയ്ക്ക് വേഗം ആ നിലവറയുടെ താക്കോല് കണ്ടെത്തണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിയാലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പോയിക്കോ, ചെല്ല്. ഉറങ്ങന്റെ പൊന്നെ, ഉറങ്ങാതിങ്ങനെ കണ്ണു വീഴ്ചിരിക്കല്ലേ. എന്താണ് ചക്കരെ? ആ അമ്മ ഒരു പാട്ട് പാടി തന്നാ ഉറങ്ങോ? ഉറങ്ങുമല്ലേ? പാടിത്തരാവേ. ആ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ ഉണ്ണി വാവാവോ. ഞാൻ പ്രസവിച്ചതാണെങ്കിലും ഈ കുഞ്ഞു മഹാതരിയുടെ അങ്ങനെയൊന്നും അവൾ ഉറങ്ങത്തില്ല. ഇതാണ് പറ്റിയ അവസരം. ഈ തക്ക നോക്കിയത് കൈക്കലാക്കണം. മോളെ മീനാക്ഷി, കുഞ്ഞെവിടെയാ മോളെ? പെട്ടു. ഞാൻ ഇവരുടെ വായി തന്നെ ചെന്ന് വീണു. എന്ത് ചെയ്യും ഈശ്വരാ? ചോദിച്ചത് കേട്ടില്ലേ, കുഞ്ഞെവിടെയെന്ന്? ഒരു പണി ചെയ്യാം. ഏൽക്കുമെങ്കിൽ ഏൽക്കട്ടെ, ഇല്ലെങ്കിൽ കൊല്ലട്ടെ. കുഞ്ഞാ മൈഥിലിയുടെ മുറി കിടന്ന് ഉറങ്ങാൻ മുത്തശ്ശി. ആ വൃത്തികെട്ടവളുടെ മുറി കൊണ്ടുചെന്ന് നമ്മുടെ കുഞ്ഞിനെ കിടത്തിയത് എന്തിനാ മോളെ? അവള് പിശാജ്, ചോര കുടിക്കുന്ന പിശാജ്. എന്നാ ഞാൻ നിങ്ങളുടെ ചോര ആദ്യം കുടിക്കാം. നീ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് നിന്റെ അടുത്ത് കിടത്ത്. ആ നെറുകെട്ടവളുടെ അടുത്ത് കുഞ്ഞിനെ കിടത്തരുത്. ആ ശരി മുത്തശ്ശി. എന്നെ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയല്ലേ കാർത്തി. എനിക്കും ആഗ്രഹങ്ങളില്ലേ? ഞാനും ഒരു പെണ്ണല്ലേ കാർത്തി. എന്നെ കല്ലും മരവും കൊണ്ടൊന്നും അല്ല കാർത്തി സൃഷ്ടിച്ചിരിക്കുന്നേ, മജ്ജയും മാംസവും കൊണ്ടാ. എനിക്കും വികാര വിചാരങ്ങളെല്ലാം ഉണ്ട് കാർത്തി. ഈ മുറി ഇറങ്ങി പോവാൻ ഇങ്ങനെ പാനിക് ആവല്ലേ. ഞാൻ കാർത്തിയുടെ ഭാര്യയായിരുന്നവളാ. കാർത്തിയുടെ കുഞ്ഞിനെ പ്രസവിച്ചവളാ. ഉള്ള സത്യം പറയാലോ, ഞാൻ ഇന്നേ വരെ കാർത്തിയെ വഞ്ചിച്ചിട്ടില്ല. നിന്നോട് പുറത്തു പോകാനാ ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് പുറത്താക്കും. അത് ശരി. ഇപ്പൊ അങ്ങനായോ? വിളിച്ചുണർത്തിയിട്ട്
അത്താഴം ഇല്ലെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്നോട് കാണിച്ചെന്താ? എന്നെ എന്തിനാ വന്ന് കെട്ടിപ്പിടിച്ചത്? അത് സോറി, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാ. നീ രാത്രി ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി എന്റെ ഭാര്യയുടെ ഡ്രസ്സ് വിട്ട് നിന്നപ്പോ നീ മീനാക്ഷിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഐ എം സോറി. അങ്ങനൊന്നും അല്ല. എനിക്കറിയില്ലേ കാർത്തിയെ. കാർത്തി ഇത് മനഃപൂർവ്വം ചെയ്തതാ. ഏയ് അല്ല. അതെ. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഏയ് ഭർത്താവുള്ളപ്പോ ഞാൻ വൈശാഖിനെ സ്നേഹിച്ച പോലെയല്ലേ മീനാക്ഷി ഭാര്യയായി ഉള്ളപ്പോ നിങ്ങൾ എന്നെ കടന്നു പിടിച്ചത്. ഞാൻ മോശക്കാരിയാണെന്നും തെറ്റ് ചെയ്തവളാണെന്നും നിങ്ങൾ പറയുന്നു. അപ്പൊ ഇതോ? ഇതിനെന്ത് മറുപടിയാ നിങ്ങക്ക് പറയാനുള്ളത്? ഞാൻ നിന്നെ കടന്നു പിടിച്ചിട്ടില്ല. അതൊരു അബദ്ധം പറ്റിപ്പോയതാ. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരു സത്യം സത്യം എന്താണെന്ന് ഞാൻ തെളിയിക്കാം. മൈഥിലി, അയാളുടെ ഒരു ന്യായവാദം. വലിയ ന്യായവാദവും സദാചാരമൊന്നും ഇയാൾ പ്രസംഗിക്കണ്ട. തന്റെ തനി നിറം ഞാൻ പുറത്തു കൊണ്ടുവരും. താൻ അണിഞ്ഞിരിക്കുന്ന ഈ മുഖം മൂടി ഞാൻ പിച്ച് ചീന്തും. ഈ ചെമ്പകമംഗലത്തുള്ള എല്ലാവരെയും ഞാൻ ഈ വിവരം അറിയിക്കും. മൈഥിലി, എന്താ ഇത്? നിരപരാധിയായ എന്നെ? നിരപരാധിയോ? താനോ? താൻ ആരാണെന്ന സത്യം ഞാൻ പുറം ലോകത്തെ അറിയിച്ചാലേ തന്റെ യൂണിഫോം വരെ ഇല്ലാതാകും.